സംഘർഷം കനക്കുമ്പോൾ ഇറാന് നേരെ US സെൻട്രൽ കമാൻഡ് നടത്തിയ വ്യോമനാവിക ആക്രമണങ്ങളിൽ ചരിത്രത്തിൽ ആദ്യമായി വൺവേ അറ്റാക്ക് സീ ഡ്രോൺ US പ്രവർത്തനക്ഷമമാക്കി. ജൂലൈ 12-ന് നടന്ന ആക്രമണം നാവിക യുദ്ധങ്ങളുടെ പരമ്പരാഗത സമവാക്യങ്ങളെ അടിമുടി മാറ്റിയെഴുതുന്ന ഒന്നാണ്. തിരികെ വരാൻ ഉദ്ദേശിച്ച് ഡിസൈൻ ചെയ്തിട്ടില്ലാത്ത സ്ഫോടക വസ്തുക്കൾ നിറച്ച സ്വയം നിയന്ത്രിത ബോട്ടുകളാണ് വൺവേ അറ്റാക്ക് സീ ഡ്രോണുകൾ. വായുവിലൂടെ പറന്നുയർന്ന് ലക്ഷ്യസ്ഥാനത്ത് പതിക്കുന്ന ചാവേർ വ്യോമ ഡ്രോണുകൾക്ക് സമാനമായാണ് സമുദ്രോപരിതലത്തിലൂടെ ഇവ പ്രവർത്തിക്കുന്നത്. സാധാരണയായി ചെറിയ സ്പീഡ് ബോട്ടുകളുടെയോ മോട്ടോർ ബോട്ടുകളുടെയോ രൂപത്തിലാണ് ഇവ നിർമ്മിക്കുന്നത്. വിദൂര നിയന്ത്രണ സംവിധാനങ്ങളിലൂടെയോ അല്ലെങ്കിൽ മുൻകൂട്ടി നിശ്ചയിച്ച റൂട്ടിലൂടെയോ തനിയോ ഇവക്ക് സഞ്ചരിക്കാനാവും. ലക്ഷ്യത്തിനടുത്തെത്തുമ്പോൾ ഇതിലുള്ള അത്യാധുനിക ക്യാമറകളും സെൻസറുകളും ഉപയോഗിച്ച് ശത്രുക്കളുടെ കപ്പലുകളിലോ നാവിക പ്രതിരോധ സ്ഥാപനങ്ങളിലോ കൃത്യമായി ഇടിച്ചുകയറി സ്ഫോടനം സൃഷ്ടിക്കുകയാണ് ഇവയുടെ രീതി. നിരീക്ഷണ ആവശ്യങ്ങൾക്കും നാവിക പരീക്ഷണങ്ങൾക്കും ഡ്രോൺ ബോട്ടുകൾക്ക് മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും നേരിട്ടൊരു യുദ്ധമുഖത്ത് US ഇത്തരമൊരു വൺവേ അറ്റാക്ക് സീ ഡ്രോൺ പരസ്യമായി ഉപയോഗിക്കുന്നത് ഇതാദ്യമായാണ്. കഴിഞ്ഞ ജൂൺ 17-ന് ഇരു രാജ്യങ്ങളും തമ്മിൽ ഉണ്ടാക്കിയ താൽക്കാലിക വെടിനിർത്തൽ കരാർ തകർന്നതിന് പിന്നാലെയാണ് സംഘർഷം രൂക്ഷമായത്. നാറ്റോ ഉച്ചകോടിയിൽ പങ്കെടുത്തുകൊണ്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെടിനിർത്തൽ കരാർ അവസാനിച്ചതായി പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇറാനെ ലക്ഷ്യമാക്കി സംയുക്ത ആക്രമണം US അഴിച്ചുവിട്ടത്. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള രാജ്യാന്തര കപ്പൽ ഗതാഗതത്തെ തടസ്സപ്പെടുത്താനുള്ള ഇറാന്റെ ശ്രമങ്ങളെ പ്രതിരോധിക്കുന്നതിനാണ് ഈ ആക്രമണം നടത്തിയത്. എയർ ഡിഫൻസ് സംവിധാനങ്ങൾ, റഡാറുകൾ, ഡ്രോൺ, മിസൈൽ കേന്ദ്രങ്ങൾ എന്നിവയടക്കം 10-ലധികം താവളങ്ങളാണ് തകർത്തതെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഈ ആക്രമണത്തിന്റെ തിരിച്ചടിയായി കുവൈറ്റ്, ജോർദാൻ, ബഹ്റൈൻ എന്നിവിടങ്ങളിലെ US സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോറും ആക്രമണം നടത്തി. ഇറാനെതിരായി ഈ പുതിയ ദൗത്യത്തിൽ US വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങൾക്കൊപ്പം നാവിക കപ്പലുകൾ, വ്യോമ കില്ലർ ഡ്രോണുകൾ, ഒപ്പം ഈ പുത്തൻ കടൽ ഡ്രോണുകളും ഒരുമിച്ചു അണിനിരന്നു. ഒരേ സമയം വ്യത്യസ്ത തലങ്ങളിൽ നിന്ന് വരുന്ന ആക്രമണം പ്രതിരോധിക്കുക എന്നത് ഏതൊരു ആധുനിക പ്രതിരോധ വ്യൂഹത്തിനും ദുഷ്കരമാണ്. ആകാശത്ത് നിന്നുള്ള വിമാനങ്ങളെയും മിസൈലുകളെയും റഡാറുകൾ വഴി പ്രതിരോധിക്കാൻ ശത്രുക്കൾ ശ്രമിക്കുമ്പോൾ കടലിലൂടെ നിശബ്ദമായി താഴ്ന്നു പറക്കുന്നത് പോലെ വരുന്ന സീ ഡ്രോണുകളെ കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞെന്ന് വരില്ല. കടൽ ഡ്രോണുകളുടെ ചെറുതും വേഗതയേറിയതുമായ ഘടന കാരണം ഇവയെ റഡാറുകളിൽ കണ്ടെത്തുക പ്രയാസമാണ്. കൂടാതെ പ്രധാന യുദ്ധക്കപ്പലുകളെ തകർത്തില്ലെങ്കിൽ പോലും കപ്പലിന്റെ പ്രൊപ്പൽഷൻ സിസ്റ്റത്തോടെ റഡാർ സംവിധാനങ്ങളോടോ ലക്ഷ്യം വെച്ച് ഇവയ്ക്ക് ആക്രമണം നടത്താനാകും. ഇത് ശത്രുവിനെ എളുപ്പത്തിൽ നിർവീര്യമാക്കാൻ സഹായിക്കും. ചാവേർ കടൽ ഡ്രോണുകൾക്ക് നിരവധി സൈനിക നേട്ടങ്ങൾ ഉണ്ടെങ്കിലും അവയ്ക്ക് ചില സാങ്കേതിക പരിമിതികളും നേരിടേണ്ടതുണ്ട്. അതിവേഗം തകരാൻ സാധ്യതയുള്ള അപകട മേഖലകളിലേക്ക് കപ്പലുകളോ നാവികരെയോ അയക്കാതെ തന്നെ ദൗത്യങ്ങൾ വിജയകരമാക്കാം. കോടികൾ വിലയുള്ള വലിയ യുദ്ധക്കപ്പലുകൾക്ക് പകരമായി വളരെ കുറഞ്ഞ ചെലവിൽ ഇത്തരം നൂറുകണക്കിന് ഡ്രോണുകൾ നിർമ്മിച്ച് കൂട്ടത്തോടെ ശത്രുവിന് നേരെ അയക്കാൻ സാധിക്കും. സമുദ്ര ഉപരിതലത്തിനോട് ചേർന്നാണ് ഇവ സഞ്ചരിക്കുന്നത് എന്നതിനാൽ ദൃശ്യപരമായും അല്ലാതെയും ഇവ കണ്ടെത്തുക പ്രയാസമാണ്. കടൽ പ്രക്ഷുബ്ധമാകുമ്പോഴും ശക്തമായ കാറ്റുള്ളപ്പോഴും ഈ ചെറിയ ബോട്ടുകൾക്ക് നിയന്ത്രണം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ശത്രുക്കളുടെ ഭാഗത്തു നിന്നുള്ള ജാമിംഗ് സാങ്കേതിക വിദ്യകൾ മൂലം ഇവയുടെ ആശയവിനിമയം വിച്ഛേദിക്കപ്പെട്ടേക്കാം. ശക്തമായ മെഷീൻ ഗണ്ണുകൾ, ഹെലികോപ്റ്ററുകൾ, കടലിൽ സ്ഥാപിക്കുന്ന ഫിസിക്കൽ ബാരിയറുകൾ എന്നിവ വഴി ഇവയെ തടയാൻ കഴിഞ്ഞേക്കും. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.